നമസ്കാരം, ഞാൻ രശ്മി. ഇന്നത്തെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ക്ലാസ് ആണ്. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നോസിൽ വെച്ചിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പം അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും കേട്ടോ ഇത്. ഇതിൽ നമ്മൾ ബീറ്റർ വെച്ചിട്ടും ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ടും എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനി എന്ത് ചെയ്തിട്ടും ക്രീം തിക്കാവാത്തവർക്ക് വേണ്ടി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രീമിന് തിക്കാവാതിരിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഇനി ആരും ക്രീം തിക്കാവുന്നില്ല എന്നൊരു പ്രശ്നം പറയേണ്ടി വരില്ല. പിന്നെ ഒരുപാട് പേര് പല പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഒക്കെ എല്ലാവർക്കും ഒന്നും കമന്റിലൂടെ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അത് ഞാൻ ബേക്കിംഗ് ക്ലാസ്സിലൂടെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത ബേക്കിംഗ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ കുറച്ചൊരു ലാഗ് ആയി പോയി, കാരണം ഓണത്തിന്റെ റെസിപ്പീസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൽ നിന്ന് കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇനി ഉടനെ തന്നെ അടുത്ത് തന്നെ ഈ ഒരു നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് അടുത്ത ബേക്കിംഗ് ക്ലാസ്സിൽ കാണാം. പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വിപ്പിംഗ് ക്രീം മധുരമുള്ളത് ഉണ്ട്, മധുരമില്ലാത്തതുണ്ട്, ഏത് വാങ്ങണം എന്നുള്ളത്. ഷുഗർലെസ് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. മധുരമുള്ള വിപ്പിംഗ് ക്രീം കിട്ടാനുണ്ട്, അത് വാങ്ങിക്കുകയാണ് നല്ലത്. കാരണം നമ്മളിപ്പം ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ഒക്കെ ഇട്ട് വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചൊന്ന് ലൂസായി പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നല്ലൊരു തിക്കായി കിട്ടാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഷുഗറുള്ള വിപ്പിംഗ് ക്രീം തന്നെ വാങ്ങിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ വിപ്പിംഗ് പൗഡറിനെ പറ്റി ചോദിക്കുന്നുണ്ട്. വിപ്പിംഗ് പൗഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ Dine തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ ഉപയോഗിക്കാൻ കേട്ടോ നല്ലത്. ഇപ്പൊ തീരെ കിട്ടാത്തവർക്കാണെങ്കിൽ മാത്രമേ വിപ്പിംഗ് പൗഡർ ഉപയോഗിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഉള്ള ഒരു സംശയമാണ്, വിപ്പിംഗ് ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണോ ഫ്രീസറിൽ വെക്കണോ എന്നുള്ള ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷവും ഫ്രിഡ്ജിൽ വെക്കണോ ഫ്രീസറിൽ വെക്കണോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. അപ്പൊ ഇപ്പൊ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഉപയോഗിക്കും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. എന്നാൽ അതേ സമയത്ത് കുറേ ദിവസം, ഇപ്പം 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത കേക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണ്ട, ഫ്രീസറിൽ വെച്ചാൽ മതി. പലരും ചോദിക്കുന്നുണ്ട്, കവറിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ലിക്വിഡ് ആയതിനു ശേഷം പിന്നെ അത് ഫ്രീസ് ചെയ്യരുത് എന്നൊക്കെ. പക്ഷെ അത് നമ്മളിപ്പം കുറച്ച് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ വീർത്ത് വരും, അതിനകത്ത് എയർ കയറിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുക തന്നെയാണ് നല്ലത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന്റെ തലേ ദിവസം എടുത്തത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചറിൽ ഇരുന്ന് ഫുള്ളായിട്ട് മെൽറ്റ് ആയതിനു ശേഷം മാത്രം ക്രീം വിപ്പ് ചെയ്യാനായിട്ട് എടുക്കുക. മുമ്പത്തെ നമ്മുടെ ഒരു ബേക്കിംഗ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ മറന്നുപോയി, എന്നിട്ട് അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് മെൽറ്റായിട്ട് ആ മെൽറ്റായ പോർഷൻ മാത്രം ക്രീം വിപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നതിനെ കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രാവശ്യം നല്ല തിക്കായിട്ട് കിട്ടും. അതേസമയം അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റിഫ്നെസ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ക്രീമി ആയിട്ടുള്ള പോർഷൻ മുഴുവൻ ആദ്യം മെൽറ്റ് ആവും. അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ള പോർഷൻസ് എല്ലാം ഐസ് ക്രിസ്റ്റൽ ആയിട്ടിരിക്കും. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കാതെ ക്രീമി ആയിട്ടുള്ള പോർഷൻ ആദ്യം എടുക്കുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം നല്ല വിപ്പായിട്ടൊക്കെ കിട്ടും, രണ്ടാമത്തെ പ്രാവശ്യം അത് വിപ്പായിട്ട് കിട്ടില്ല. പിന്നെ അത് ഫുള്ളായിട്ട് മെൽറ്റ് ആയതിനു ശേഷം എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എടുക്കുക. പിന്നെ അത് മാത്രമല്ല, നന്നായിട്ടൊന്ന് കുലുക്കി അതിനകത്ത് കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വിപ്പിംഗ് ക്രീം എടുക്കുക. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണ്ട, ഫ്രീസറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. പിന്നെ ചോദിക്കുന്ന ഒരു സംശയമാണ്, ക്രീം വിപ്പ് ചെയ്തിട്ട് ബാക്കി വരുന്ന ക്രീം എവിടെ സൂക്ഷിക്കണം, ഫ്രിഡ്ജിൽ വെക്കണോ ഫ്രീസറിൽ വെക്കണോ എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ Dine കേക്സിലെല്ലാം ഞാൻ 1 കിലോ കേക്ക് ചെയ്യാനായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമ്മുടെ ബേക്കറി പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ വേണം 1.5 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പം ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ചെയ്ത് കൊടുക്കല്ലേ, അപ്പൊ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ബേക്കറി പെർഫെക്ഷനിൽ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ 2 കപ്പ് എടുക്കുകയാണെങ്കിൽ 2 കപ്പ് തന്നെ കംപ്ലീറ്റ് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാക്കി വരുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഇനി ഇൻ കേസ് ഇനി ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. ഉടനെ തന്നെ എടുക്കണം, 1 ദിവസത്തിൽ കൂടുതലൊന്നും വെക്കരുത്. പിന്നെ ആകുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ടെക്സ്ചർ ഒക്കെ അങ്ങ് മാറിപ്പോവും. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ക്രീം മാത്രം എടുത്ത് വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം.
ആദ്യം തന്നെ ബീറ്റർ കൊണ്ട് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതിപ്പോൾ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇതിപ്പം ഫിയോണൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ. ഇത് നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് ആദ്യം നന്നായിട്ടൊന്ന് കുലുക്കണം. നന്നായിട്ട് കുലുക്കി അതിൽ കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. ഇത് ഫ്രീസറിൽ നിന്ന് ഞാൻ ഇന്നലെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. രണ്ടത്തിന് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനൊരു പ്ലേസ് ഉണ്ട്. അവിടെ പിടിച്ചങ്ങ് വലിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അങ്ങ് പിടിച്ചങ്ങ് വലിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു അതെല്ലാം കൂടെ അങ്ങ് ഓപ്പണായി വന്നോളൂ. എന്നിട്ട് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് അടച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് ഇതുപോലെ അങ്ങ് നമ്മളെങ്ങനെയാണോ തുറന്നത് അതേപോലെ തന്നെ അങ്ങ് അടച്ച് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ അങ്ങ് മടക്കി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ അങ്ങ് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. അപ്പോൾ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. ഇനിയിപ്പോൾ സെല്ലോ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് അങ്ങ് ടൈറ്റായിട്ട് വെച്ചിരുന്നാൽ മതി. ഞാനിപ്പം ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മടക്കിയിട്ട് അതും അവിടെയും കൂടെ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് ടൈറ്റാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ വെച്ചേക്കാം. ഇപ്പം ക്രീം വിപ്പ് ചെയ്യാനായിട്ട് ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ വെച്ചിരുന്നാലും മതി. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ എന്തായാലും അതിൽ വെള്ളത്തിൻ്റെ അംശം വരും. ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് തുടച്ച് കളയണം. ഇനിയിപ്പം ഫ്രീസറിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പം വെള്ളം ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ക്രീമാണ് കേട്ടോ ഒഴിക്കുന്നത്. നമുക്ക് ഇപ്പം ഞാൻ ഫിലിപ്സിൻ്റെ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. പലരും ചോദിക്കുന്നത് ഫിലിപ്സിൻ്റെ കിട്ടാനില്ല എന്ന്. അപ്പോൾ ഏതാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അത് വാങ്ങിച്ചുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇത് ബീറ്ററിൻ്റെ ബ്ലേഡ് ഇടുന്നത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മളിത് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ആദ്യം ബീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു മിനിറ്റ് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് കൈയും കൂടെ മൂവ് ചെയ്യണം. നമുക്ക് പറ്റുന്ന അത്രയും മൂവ് ചെയ്യണം. ഇപ്പോൾ ഈ ഫിലിപ്സിൻ്റെ ബീറ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ മൂവ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ മോളുടെ അടുത്ത് കൊടുക്കുകയാണ്. മോളാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, നന്നായിട്ട് കറക്കി ഒരേ സൈഡിലേക്ക് നന്നായിട്ട് മൂവ് ചെയ്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഇളക്കുന്നോ അത്രത്തോളം പെട്ടെന്ന് നല്ല ഇതായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടുകയും. ഇതിപ്പം 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെക്കൻഡ് സ്പീഡിലേക്ക് മാറ്റാം. സെക്കൻഡ് സ്പീഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് അതേപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതും നന്നായിട്ട് ഒന്ന് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് സ്പീഡിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൈയും നന്നായിട്ട് തന്നെ മൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പം വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബൗള് കുറച്ച് വലുതാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ചെറിയ ബൗളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വിസ്ക് കൊണ്ടായാലും ബീറ്റർ കൊണ്ടായാലും കുറച്ച് വലിയ ബൗൾ എടുക്കുകയാണ് നല്ലത്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്രീം മിക്സിയിൽ അടിച്ച് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. മിക്സിയിൽ അടിച്ച് ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം. അത് പക്ഷേ എല്ലാവർക്കും അത് ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാനത് പറയാത്തത്. കാരണം എന്നാൽ ഒരുപാട് പേര് മിക്സിയിൽ അടിച്ച് തന്നെയാണ് ഇപ്പോഴും ക്രീം വിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. എന്നാൽ ചിലർക്ക് അത് ശരിയാവുന്നില്ല. അത് അടിക്കുന്നതിലുള്ള എന്തോ ഒരു പാകപ്പിഴ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറുതായിട്ട് ആ തണുപ്പ് മാറി ചെറുതായിട്ട് ഉള്ളിലൊക്കെ ചൂട് വരുമ്പോഴത്തേക്കും അത് ക്രീം അങ്ങ് ലൂസായി പോവും. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രാവശ്യം തിക്കായി കഴിഞ്ഞാൽ പിന്നെ അടിക്കരുത്, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെയും തിക്കാവെന്ന് വിചാരിച്ച് പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് ലൂസായി പോവുക ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആ മിക്സിയുടെ കാര്യം കാണിക്കാത്തത്. മിക്സിയിൽ അടിച്ച് കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ വിസ്ക് വെച്ച് തന്നെ എത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മിക്സിയിൽ അടിക്കുമ്പം ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതുകൊണ്ട് ഞാനത് കാണിക്കാത്തത്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട്. നമ്മളിത് കുടയുന്ന സമയത്ത് ആ ക്രീം അങ്ങ് താഴോട്ട് വീഴുന്നുണ്ട്. അങ്ങനെ വീഴാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൻ്റെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് 5 സ്പീഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. 3rd സ്പീഡിൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സ്പീഡ് കൂട്ടി വരണം കേട്ടോ. അതിപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ 3rd സ്പീഡിലിട്ട് അല്ലെങ്കിൽ 5 സ്പീഡിലൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല വിപ്പായി കിട്ടും. പക്ഷേ അതിൻ്റെ ടെക്സ്ചറേ അങ്ങ് മാറിപ്പം എയർ അധികം കയറിയിട്ട് അങ്ങനെ കയറാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ സ്ലോ സ്പീഡിൽ നിന്ന് ഹൈയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയുന്നത്. കൈ നന്നായിട്ട് മൂവ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പിനാണെങ്കിലാണ്. ഇപ്പോൾ 2 കപ്പാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വിപ്പായി കിട്ടും. ഇപ്പോൾ നല്ല തിക്കായിട്ടാണുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ സ്പൂണിലൊക്കെ എടുത്തിട്ട് കുടയുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ടൊന്നും വീണ് പോവുകയില്ല.
അപ്പോൾ പാത്രം തന്നെ എടുത്ത് കമത്തി വെച്ച് കുലുക്കിയാലും എന്ത് കാണിച്ചാലും താഴെ വീണു പോവില്ല. അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതേപോലെ തന്നെ വിസ്ക് വെച്ചിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ക്രീം നന്നായിട്ട് കുലുക്കി തന്നെ എടുക്കുകയാണ്. ബൗളും വിസ്കും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതാ ഈ വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ തൈര് കടയുന്ന പോലെ കടയുക, അതാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുന്നതായിട്ട്, പെട്ടെന്ന് വിപ്പ് ചെയ്ത് കിട്ടുന്നതും കൂടുതൽ സ്റ്റിഫായിട്ട് കിട്ടുന്നതും ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് ചരിച്ച് വെച്ചിട്ട് വേണം കടയാൻ, അപ്പം നന്നായിട്ട് എല്ലായിടത്തും ആ ഒരു ഇളക്കം കിട്ടും ക്രീമിൽ. അപ്പം അങ്ങനെ നമുക്ക് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ മോളുടെ അടുത്ത് കൊടുക്കുകയാണ്, അവളാണ് ക്രീം വിപ്പ് ചെയ്യുന്നത്. കൈക്കൊക്കെ വല്ല പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക നല്ലത്. ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല, പക്ഷെ പിന്നെ നമുക്ക് വേദന എടുക്കും. ഇപ്പോൾ മോള് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുത്തനെ പിടിച്ചിട്ട് ബീറ്റ് ചെയ്യരുത് കേട്ടോ, ചരിച്ച് പിടിച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലായിടത്തും ആ ക്രീം നന്നായിട്ട് ഇളകി കിട്ടും. വിസ്ക് വെച്ചിട്ടൊന്നും ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെയൊന്നും അല്ല. അത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബീറ്റർ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട, ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇതുണ്ട്, അതിപ്പോൾ 2 മിനിറ്റ് പോലും ആയിട്ടില്ല, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ആ ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി ആ ഒരു ലിക്വിഡ് ടെക്സ്ചറിൽ നിന്ന് ആ ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒന്നുകൂടെ കാണിച്ചു തരാം. ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കുറച്ച് തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ബീറ്റർ കൊണ്ട് അടിക്കുന്ന ഏകദേശം അതേ ടൈമിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ, നമ്മളിപ്പോൾ അടിക്കുന്ന ആ ഒരു സ്പീഡിനൊക്കെ അനുസരിച്ചിരിക്കും ഇത് വിപ്പാവുന്നത്. ഇപ്പോൾ മോള് അടിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ അടിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ തിക്കായി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. തീരെ ചെറിയ വിസ്ക് വാങ്ങരുത്. വിസ്ക് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് വലുത് വാങ്ങിക്കുക. ഇതിന് എത്ര 60 രൂപയോ 70 രൂപയോ അങ്ങനെ എന്താണ് ഉള്ളത്. അപ്പം ഇത് വിസ്ക് വാങ്ങിക്കാൻ പറ്റാത്തവർ ഉണ്ടാകാം. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈർക്കിലി കൂട്ടിക്കെട്ടി ചൂല് പോലെ ആക്കിയിട്ടാണ് ക്രീം വിപ്പ് ചെയ്യുന്നത് ആ കുട്ടി എന്ന് പറഞ്ഞിട്ട്, നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. വിസ്കൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിങ്ങനെ ആ കുട്ടി പറഞ്ഞത് കേട്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നമ്മളൊരു സ്പൂണിൽ കോരിയെടുത്ത് കമഴ്ത്തി പിടിച്ചാലും താഴോട്ട് വീണു പോവില്ല, എടുത്ത് കുലുക്കിയാലൊന്നും താഴെ വീണു പോവില്ല. ഇനി നമ്മൾ ചേർക്കാൻ പോണതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. കുറച്ചും കൂടെ സ്റ്റിഫാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതി. അപ്പോൾ ഇത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. എന്നിട്ട് നമുക്കങ്ങ് ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോള് വന്നെൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്, അവൾ അടിച്ചു തരികയാണ്. അവൾക്കറിയാം ഞാൻ കൈവേദനയായിട്ട് കിടന്നാൽ അവൾക്ക് തന്നെ പണി കിട്ടുമെന്ന്, അതുകൊണ്ട് അവൾ തന്നെ വേഗം തന്നെ ചെയ്തു തരും. കണ്ടോ, ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയൊക്കെ ഒന്ന് വെച്ചിരുന്നാൽ മതി. അത്രയൊന്നും വെക്കണമെന്നില്ല കേട്ടോ, അതിന് മുമ്പ് തന്നെ സ്റ്റിഫായിട്ടുണ്ടാവും. കണ്ട, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല കറക്റ്റ് നല്ല തിക്കായിട്ടാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ വിസ്കോണ്ട് അടിച്ചാണെന്നൊന്നും ആരും പറയില്ല. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കമത്തി കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് അതിപ്പോൾ കമത്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര കുടഞ്ഞാലും താഴെ ഒന്നും വീഴും. ഇനിയിപ്പോൾ എത്ര വിപ്പ് ചെയ്തിട്ടും തിക്കാവുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നവർ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നല്ല സ്റ്റിഫായിട്ട് നിങ്ങൾക്ക് നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാം പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കാൻ നോക്കാം. ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള വൈറ്റ് കോമ്പൗണ്ടാണ്. അത് ഞാനൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിങ്ങിലാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ക്രീമൊന്നും അടി പിടിക്കാതെ നോക്കണം. ഇളക്കിയിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീമിനാണെങ്കിലാണ് ഈ അളവ്, 2 കപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇരട്ടിയെടുത്താം. ഇതിപ്പം നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്രീമിൽ ഒഴിക്കാവുള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു
കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗീവ് അവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. സെപ്റ്റംബർ മാസത്തേക്കുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പേരുണ്ട് ബീറ്റർ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് നല്ല നല്ല കേക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.